കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ വന്നിട്ട് ഞാനൊരു RRB പരീക്ഷയുടെ പുറകിലായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. RRB ടെക്നീഷ്യൻ അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ഇനി വലിയ ട്രിപ്പൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു യാത്ര നടത്തിയിട്ട് വരാം. നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ നമ്മളിതിനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വഞ്ചിനാട് എക്സ്പ്രസ്സിന് നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോവാണ്. എൻഡ് ടു എൻഡ് യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ട് മുതലുള്ള ഒരു അടിപൊളി ഇൻ്റർസിറ്റി വണ്ടിയാണ് വഞ്ചിനാട്. അപ്പോൾ വഞ്ചിനാട് എക്സ്പ്രസ്സിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ സമയം 4 മണിയായി, സ്റ്റേഷനിൽ പോകാൻ പോവാം. അപ്പോൾ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് കണ്ട് റെഡിയായി കിടപ്പുണ്ട്. ഇവിടെ രാത്രി തന്നെ റെഡിയായി കിടപ്പുണ്ട്. കാരണം ഇത് കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ആയിട്ട് വരുന്ന റേക്കാണ് വഞ്ചിനാടായിട്ട് പോകുന്നത്. അപ്പോൾ ലോക്കോ ഒക്കെ പിടിപ്പിച്ച് സെറ്റായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലോക്കോ ഏതാണെന്ന് പോയി നോക്കാം. അടിപൊളി. നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഒരു ഗുഡ്സ് ലോക്കോ ആണ് ഇവരിന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും WP7 ആയിരിക്കും, WP7 WP4 ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് തൻ്റെ ഒരു ഗുഡ്സ് ലോക്ക് കാണും പോരെ. എന്തൊരു കഷ്ടം നോക്കണേ. ആ 110 സെക്ഷനുണ്ട് കായംകുളം കഴിഞ്ഞിട്ടുള്ള, അവിടെ ഒന്നും 110 എടുക്കാൻ പറ്റില്ല ഇതും കൊണ്ട്. പക്ഷേ എന്തായാലും ഇതായിപ്പോയി. ഇത് ഏതാ, വിജയവാഡയാണോ? അല്ല, ഗുണ്ടക്കലിൻ്റെ ലോക്കോ ഒക്കെ ആട്ടോ. ഗുണ്ടക്കൽ WG9 അതാണ് ലോക്കോ. ഈ ഗുണ്ടക്കൽ ഷെഡിനൊക്കെ WG9 ഇറങ്ങിയ കാര്യം ഞാനിപ്പോഴും അറിയുന്നത് കേട്ടോ. എല്ലാ ഷെഡിനും ഇപ്പോൾ WG9 ഉണ്ട്. അപ്പോൾ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ സാരഥിയാണ് ഈ കാണുന്നത്. ഗുണ്ടക്കലിൻ്റെ WG9 HC എന്നുണ്ട് ലോക്കോ ആണ്. 44138 അതാണ് ഈ ലോക്കോയുടെ നമ്പർ. ഒരു ഗുഡ്സ് ലോക്കോ ആണ്. അപ്പോൾ ഈ ഗുഡ്സ് ലോക്കോ ആണ് നമ്മുടെ വഞ്ചിനാടിനെ നയിക്കുന്നത് ട്രിവാൻഡ്രം വരെ. അപ്പോൾ ഈ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ റേറ്റ് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ഒക്കെ ആയിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇതിന് മറ്റേ HR പാനമാണ്, ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള ലോക്കോ ആണ് കേട്ടോ. നല്ല ഉയരത്തിൽ പൊങ്ങുന്ന ടൈപ്പ് പാൻറ്റോഗ്രാഫാണത്. വഞ്ചിനാടു എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിമ്പിൾ ട്രെയിൻ ബോർഡ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം. അപ്പോൾ ട്രിവാൻഡ്രം പോകുന്ന വഞ്ചിനാടിൻ്റെ നമ്പർ 16303 എന്നാണ്. അപ്പോൾ എനിക്ക് ട്രെയിനിൻ്റെ മുന്നിലത്തെ കോച്ചിൽ യാത്ര ചെയ്താണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കോച്ചിൽ തന്നെ SLR ആയിട്ടുള്ള ഫസ്റ്റ് കോച്ചിൽ തന്നെ കയറാൻ പോവാണ്. ഇത് നല്ല അടിപൊളി കോച്ചാണ്. എൻ്റെ അടുത്ത് 8 ഉണ്ടാക്കിയാണ്. പക്ഷേ ഈയിടെ എൻ്റെ ഓവർഹോൾ കഴിഞ്ഞാണ്. ഇതിന് വാഷ്റൂം കാണിച്ചാൽ നോക്കി എന്ത് വൃത്തിയെന്നുണ്ടോ. ജനറൽ കോച്ചിലെ വാഷ്റൂം ആണോ. അപ്പോൾ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ റേറ്റ് ഷെയറിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്താണ് ഇതിന് മെയിൻ്റനൻസ് ഉള്ളത്. അപ്പോൾ ഈ വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് ആദ്യം വഞ്ചിനാടായിട്ട് വരും. എന്നിട്ട് എറണാകുളത്ത് നിന്ന് കണ്ണൂർക്ക് ഇൻ്റർസിറ്റി ആയിട്ട് പോകും. കണ്ണൂർ നിന്ന് ആലപ്പുഴയ്ക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആയിട്ട് വരും. തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരും എക്സിക്യൂട്ടീവ് ആയിട്ട്, എന്നിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഇൻ്റർസിറ്റി ആയിട്ട് വരും. എന്നിട്ട് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ ഈ പോകുന്ന വഞ്ചിനാടായിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് പോകുന്നതാണ് ഈ റേക്കിൻ്റെ ഒറ്റ സൈക്കിൾ കേട്ടോ. എന്നിട്ട് ഇതിന് മെയിൻ്റനൻസ് ചെയ്യും ട്രിവാൻഡ്രത്ത് പോയിട്ട്. അപ്പോൾ ഇൻ്റർസിറ്റി ആയിട്ട് പോകാനും എക്സിക്യൂട്ടീവ് ആയിട്ട് പോകാനും എല്ലാത്തിനും കൂടെ കുറേ റേക്കുകളുണ്ട്. അപ്പോൾ ഇത് ഒരു റേക്കാണ്. അങ്ങനെ ഇതേപോലത്തെ കുറേ റേക്കുകളുണ്ട്. എന്നാലും എല്ലാ ദിവസവും ഓടാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ കയറുന്ന അവിടെ തന്നെ ഒരു വിൻഡോ സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, കാരണം ഇത് സാറ്റർഡേ ആണ്. എന്തായാലും ആൾക്കാരൊക്കെ കയറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഈ വഞ്ചിനാടെന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമോ, അത്രയ്ക്ക് പ്രയോറിറ്റി ആയിരുന്നു പണ്ട് വഞ്ചിനാടിന് 1980-90 കാലഘട്ടങ്ങളിൽ. കാരണം ഇതിന് എറണാകുളത്ത് നിന്ന് വിട്ടാൽ പിന്നെ ആകെ സ്റ്റോപ്പുള്ള കോട്ടയം കൊല്ലം ഒക്കെ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് വിടലാണ് പോയി വിട്ടത്. അന്ന് സിംഗിൾ ലൈനായിരുന്നു. അപ്പം ഏതെങ്കിലുമൊക്കെ വണ്ടി ക്രോസിങ്ങിന് വന്നാൽ വഞ്ചിനാട് പിടിക്കത്തില്ല, വഞ്ചിനാട് കടത്തി വിടും. അത്രയ്ക്ക് പ്രയോറിറ്റി ആയിരുന്നു. പിന്നെ ഇത് ഓരോ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും MLA-മാരും MP-മാരൊക്കെ ഇടപെട്ട് സ്റ്റോപ്പുകളൊക്കെ വന്ന് ഡീഗ്രേഡായി ഇപ്പോൾ ഇങ്ങനെ പോവാണ്. പണ്ടൊക്കെ ഇതിന് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് പാൻട്രി കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ AC ചേർക്കാറാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് പോലെ. പണ്ടത്തെ വന്ദേ ഭാരതായിരുന്നു. ഇപ്പോഴല്ലേ ഈ വന്ദേ ഭാരതൊക്കെ വന്നത്. പണ്ട് മുതലുള്ള കിഡിലെ നല്ല പ്രയോറിറ്റിയുള്ള ഭയങ്കര ഫേവററ്റ് വണ്ടിയാണ്. എറണാകുളത്തും ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാരുടെ, ഈ കമ്മ്യൂട്ടർ ആൾക്കാർ, ഈ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, പണ്ടൊക്കെ ഇതിന് ബിസിനസ്സുകാരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം എല്ലാവരും പോകും. ഇതിപ്പോൾ 4 മണിക്കൂർ 50 മിനിറ്റ് എടുത്തിട്ടാണ് ഇതിപ്പം ട്രിവാൻഡ്രത്ത് എത്തണം. ഇവിടെ നിന്ന് 5:10 എടുത്തിട്ട് ട്രിവാൻഡ്രത്തെ ടൈം 10 മണിയാണ്. ഈ കോട്ടയം, ചെങ്ങന്നൂർ, കായംകുളം ഈ ഒരു സെക്ഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് രാവിലെ ട്രിവാൻഡ്രം പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വണ്ടിയാണ്. കാരണം നല്ല ടൈമിംഗ് ആണ്. 10 മണിക്ക് ഇതെത്തും. ഇതങ്ങനെ ലേറ്റ് ആവാറേ ഇല്ല, കാരണം കമ്മ്യൂട്ടർ വണ്ടിയല്ല, ലേറ്റ് ആവത്തില്ല. ഇത് ലേറ്റ് ആയാൽ ആ റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. കാരണം അതുപോലത്തെ പ്രയോറിറ്റിയാണ് ഈ വണ്ടിക്ക്. 212 കിലോമീറ്ററാണ് അവിടെ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള ദൂരം കോട്ടയം വഴി. അപ്പോൾ എനിക്ക് 90 രൂപയാണ് വഞ്ചിനാടിൻ്റെ ജനറലിനായത് കേട്ടോ. ഇതിന് സെക്കൻഡ് സീറ്റിംഗ് റിസർവേഷനൊക്കെ ഉണ്ട്, AC ചേർക്കാറും ഉണ്ട്. അങ്ങനെ കൃത്യം 5:10 ആയപ്പോൾ തന്നെ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ.
വഞ്ചിനാടിൻ്റെ അടുത്ത സ്റ്റോപ്പ് തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ. 5:26 തൃപ്പൂണിത്തുറ എത്തും. അറിയാമല്ലോ, എക്സ്പ്രസ് ട്രെയിനാണ്, നോർമൽ നമ്മുടെ പാസഞ്ചർ പോലത്തെ എക്സ്പ്രസ് ആണ്. അത്യാവശ്യം എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. പക്ഷേ ഇതിന് വൈക്കത്ത് സ്റ്റോപ്പില്ല കേട്ടോ. അത് ഭയങ്കര സ്ട്രെയിഞ്ചാണ്. നല്ല രസമാണ് ആ ട്രാക്സ് കൊണ്ട് കേൾക്കാൻ വേണ്ടി. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് അങ്ങനെ തൃപ്പൂണിത്തുറ എത്തിയിരിക്കുകയാണ്. 5:28 ഇപ്പോൾ സമയം. കറക്റ്റ് ഓൺ ടൈമിന് അങ്ങനെ പോകത്തൊന്നുമില്ല. ഇപ്പോഴൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വഞ്ചിനാടിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് ഇതിന് മുളന്തുരുത്തിയിലാണേ. തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് എത്തുന്നത് മുളന്തുരുത്തി സ്റ്റേഷനിലാണ്. മുളന്തുരുത്തിയിൽ നമ്മൾ എത്തുന്ന ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. നമ്മളിപ്പോൾ പിറവത്ത് വന്നിരിക്കുകയാണ്. ഇനി പിറവത്ത് നിന്ന് വിട്ടാൽ പിന്നെ ഇതിന് വൈക്കത്തോ ഏറ്റുമാനൂരോ ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. നേരെ കോട്ടയാണ്. 6:20 കോട്ടയം എത്തും കേട്ടോ. വൈക്കം ഏറ്റുമാനൂരൊക്കെ അത്യാവശ്യം ഈ റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷനാണ്. അവിടെ നിന്നും ഈ ഒരു ഇൻ്റർസിറ്റി വണ്ടിക്ക് സ്റ്റോപ്പില്ല. നമ്മൾ വൈക്കം റോഡ് സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ സ്റ്റോപ്പില്ല. വൈക്കം റോഡിൽ സ്റ്റോപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഈ വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് എല്ലായിടത്തും നിർത്തി പോകുന്ന വണ്ടിയല്ലേ. അപ്പോൾ വൈക്കം റോഡ് നമ്മൾ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത സ്റ്റോപ്പ് നമ്മുടെ കോട്ടയത്താണ്.
വഞ്ചിനാട് എക്സ്പ്രസ് ഇപ്പോൾ കോട്ടയത്തേക്ക് കയറാൻ പോവാണ്. വണ്ടി ഒരു 10-15 മിനിറ്റ് ലേറ്റാണ്. രാവിലെ ഈ വണ്ടിയിൽ കോട്ടയം റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല രസമാണ്. എസ്പെഷ്യലി ഈ മൺസൂൺ സമയത്തൊക്കെ ഫുള്ള് മഴ പെയ്ത് പാടത്തൊക്കെ ചെറിയ മഞ്ഞും നല്ല രസമാണ് ഈ വണ്ടിയിലൂടെ രാവിലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് തിരിച്ചു വരുന്നത് വൈകിട്ടാണ്, രാത്രിയിലാണ്, അതുകൊണ്ടൊന്നും കാണത്തൊന്നുമില്ല. നമ്മളവിടെ കോട്ടയം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. വണ്ടിയിൽ തൃപ്പൂണിത്തുറ ആയപ്പോൾ തന്നെ ആൾക്കാർ കയറി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കോട്ടയം ആകുമ്പോൾ ഒന്നുകൂടെ ആൾ കയറി വണ്ടി അത്യാവശ്യം നല്ല തിരക്കാവും. ഈ കിടക്കുന്ന നമ്മുടെ ഈയിടെ LSB ആയ നമ്മുടെ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ അത് ഇന്ന് അവിടെ ചെങ്ങന്നൂരടുത്തൊരു പാലത്തിന് പണി നടക്കുന്നതുകൊണ്ട് ലൈൻ ബ്ലോക്കാണ്. പല വണ്ടികളും ഷോർട്ട് ടെർമിനേഷനും പിന്നെ ചില വണ്ടികളൊക്കെ ക്യാൻസൽഡാണ്. പിന്നെ രാത്രിത്തെ വണ്ടികളെല്ലാം ആലപ്പുഴ വഴി ഡൈവേർട്ടഡ് ആണ്. അപ്പോൾ ഈ വണ്ടി ഇന്ന് കോട്ടയം വരെ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ രാത്രി ഇവിടുന്ന് കോട്ടയത്തു നിന്നായിരിക്കും യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ വെട്ടമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ കണ്ട് ചങ്ങനാശ്ശേരി എത്താറായിട്ടുണ്ട്. നമ്മൾ കോട്ടയം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ ഈയിടെ നമ്മുടെ റീഡെവലപ്മെൻറ്റ് ചെയ്ത ചങ്ങനാശ്ശേരി സ്റ്റേഷൻ വീഡിയോ കോൺഫറൻസിങ് വഴി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചായിരുന്നു പരിപാടി. തിങ്കൾ ശനി ദിവസങ്ങളിൽ ഈ വഞ്ചിനാടിൻ്റെ തൊട്ട് പുറകിൽ ഹംസഫർ കാണും. ഹംസഫറൊക്കെ നേരത്തെ വഞ്ചിനാടിൻ്റെ മുന്നേ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് സ്ലോ ഡൗണൊക്കെ ചെയ്ത് എല്ലാത്തിൻ്റെ പുറകിലാണ് ഹംസഫർ തേനൊട്ടി പയ്യെ പോകുന്നത്. അപ്പോൾ ഹംസഫർ തൊട്ട് പുറകിലുണ്ട്. അതിങ്ങനെ എല്ലായിടത്തും നിർത്തി. ഇതിന് ഓവർടേക്ക് ഒന്നും അടിക്കത്തില്ല, കാരണം ഇത് കമ്പ്യൂട്ടർ വണ്ടിയല്ലേ, ഓവർടേക്ക് കൊടുക്കത്തില്ല അവർ. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് സാറ്റർഡേ ആണെങ്കിലും തിരക്കുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം. എന്നാലും തിരക്കുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയും ഇല്ല. എന്നാലും
വഞ്ചിനാട് എക്സ്പ്രസ് അങ്ങനെ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് കണ്ട് കയറുകയാണ്. ഇപ്പോൾ പോയത് നമ്മുടെ സ്വന്തം കാസർഗോഡ് വന്ദേ ഭാരതാണ്. നമ്മുടെ വഞ്ചിനാട് പണ്ട് 1980-90 കാലഘട്ടങ്ങളിലെ വന്ദേ ഭാരതമായിരുന്നു. ഗൈസ്, ഇവിടെ ഒരു ആൽക്കോ കൊടുക്കുന്നുണ്ട്, എറണാകുളത്തിൻ്റെ WDG 3A 13513 എന്നാണ് അതിൻ്റെ നമ്പർ. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ ലൈൻ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, പാലത്തിൻ്റെ മടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കിടക്കുന്നതായിരിക്കും. ചെങ്ങന്നൂർ കഴിഞ്ഞ് നമ്മളാണ്ട് മാവേലിക്കര സ്റ്റേഷനിലേക്ക് കണ്ട് കയറുകയാണ് വഞ്ചിനാട്. അപ്പോൾ ഇവിടെ മാവേലിക്കര സ്റ്റേഷനിലും പ്ലാറ്റ്ഫോം 1 ഇതേപോലെ ആ ലൈൻ ബ്ലോക്കിന് ആവശ്യമായിട്ടുള്ള അവരുടെ റെയിൽവേയുടെ കുറേ എക്യുപ്മെൻറ്റ്സ് അവിടെ കിടപ്പുണ്ട്, കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്, ക്രെയിനും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ രാത്രിയിലെന്താണ് പണി. അപ്പോൾ ആ പണിയുടെ ഭാഗമായിട്ട് ചെങ്ങന്നൂർ മാവേലിക്കരയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ വഞ്ചിനാട് എക്സ്പ്രസ് ഇപ്പോൾ വെറും 5 മിനിറ്റ് ലേറ്റോട് കൂടി കായംകുളത്തേക്ക് കയറുകയാണ്. ഇവിടെ കായംകുളത്തിയപ്പോഴേക്ക് നമ്മുടെ വണ്ടിയുടെ ഡിലേ കുറഞ്ഞിട്ടുണ്ട്. പുറകിൽ ഗുരുവായൂർ ഇൻ്റർസിറ്റി ഉണ്ട്, അത് കയറിപ്പോവും. അപ്പോഴേക്കും വേണ്ട നമ്മുടെ വേണാട് എക്സ്പ്രസ് കണ്ട് വരുന്നുണ്ട്, ഒരു WP4 ലോക്കുമായിട്ട് കേട്ടോ. നോക്കിയേ, നമ്മളിപ്പോൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി വന്നിട്ട് പോകത്തുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ, ഈ വണ്ടി ഈ ഏരിയയിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. എപ്പോഴും ഈ വഞ്ചിനാട് ഇവിടെ വന്നിട്ട് ഇൻ്റർസിറ്റി പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇൻ്റർസിറ്റി ലേറ്റ് ആണെങ്കിൽ വഞ്ചിനാടിനെ എവിടെയെങ്കിലും വെച്ച് ഒതുക്കിയിട്ട് ഇൻ്റർസിറ്റി ഓവർടേക്ക് അടിക്കും. ഇൻ്റർസിറ്റിയാണ് ആദ്യം ട്രിവാൻഡ്രം എത്തുന്നത്. അപ്പം ഇതിനേക്കാട്ട് ഒടുക്കത്തെ പ്രയോറിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലാറ്റ്ഫോം 4 പിടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 3 ഇപ്പോൾ ഇൻ്റർസിറ്റി വരും. ഇൻ്റർസിറ്റി വന്ന് ഇവിടെ നിർത്തിയ ആളെ എടുത്തിട്ട് പോയിട്ടായിരിക്കും നമ്മളിനി പോകുന്നത്. സ്ഥിരം സീനാണ്. മിക്കവാറും ചിലപ്പോഴൊക്കെ വഞ്ചിനാട് നേരത്തെ വന്ന് ഇവിടെ കിടക്കും, എന്നിട്ട് ഇൻ്റർസിറ്റി പോയിട്ട് അത് പോകത്തുള്ളൂ. എപ്പോഴുള്ള പരിപാടിയാണ്. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി കണ്ട് ഇവിടെ കായംകുളം ജംഗ്ഷനിലായിട്ട് കയറിക്കൊണ്ടിരിക്കട്ടെ. ആരക്കോണം WP4 അങ്ങ് തേണ്ട ദൂരെ ഇൻ്റർസിറ്റിയും വരുന്നുണ്ട്. അതും ഇതേപോലെ ഒരു WP4 ആണ്. ഇന്നെല്ലാം WP4 ആണല്ലോ. ഇന്ന് കാണുന്ന വണ്ടിക്കെല്ലാം WP4 ലോക്കുമാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റിക്ക് ഇപ്പോൾ വേറൊരു വണ്ടിയായിട്ട് റൈഡ് ഷെയറിങ് വന്നിട്ടുണ്ട്. ഒരു പുതിയ വണ്ടി ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്, താമ്പരത്തുനിന്ന് ട്രിച്ചിയിലേക്ക് ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ ഈ താമ്പരം ട്രിച്ചി ഇൻ്റർസിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് റൈഡ് ഷെയറിങ് ഉണ്ട് ഈ ഇൻ്റർസിറ്റിക്ക്. അപ്പോൾ ഇത് ട്രിച്ചിന്ന് താമ്പരം പോയിട്ട് താമ്പരത്തിന് ട്രിച്ചി വരും, എന്നിട്ട് ഇത് ട്രിവാൻഡ്രം സെൻട്രൽ വരും, എന്നിട്ട് ഗുരുവായൂർ പോയിട്ട് തിരിച്ചും അതേപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റേക്ക് ഷെയറിങ് വരുന്നത്. ഇപ്പോൾ ഈ പുതിയ വണ്ടി തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്കും ഈ ഒരു റേക്ക് വെച്ച് അവർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർസിറ്റി ആളെയൊക്കെ കയറ്റി ഉടനെ തന്നെ വിട്ടു കേട്ടോ, അങ്ങനെ അധികം നേരം ഇട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇൻ്റർസിറ്റി ഓച്ചറയൊക്കെ ആയിട്ടായിരിക്കും ഇനി നമ്മുടെ വണ്ടി വിടുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പോസ്റ്റാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം അടുപ്പിച്ചായി ഇപ്പോൾ വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിലും വർക്കിൻ്റെയിൽ അത്ര നിരക്കത്തില്ല. വർക്കിൻ്റെയിലൊക്കെ ഇതിലൊന്നും കാലുത്താൻ പോലും എടുത്തില്ല. പക്ഷേ ഗുരുവായൂർ ഇൻ്റർസിറ്റിയിൽ നല്ല ഇടിയായിരുന്നു ഇന്ന്, നല്ല തിരക്കായിരുന്നു ആ വണ്ടിയിൽ. നമ്മുടെ വണ്ടി എങ്ങനെ പോയാലും ട്രിവാൻഡ്രത്ത് ഓൺ ടൈം എത്തും, അത് ഉറപ്പാണ്. ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ ലേറ്റ് ഉണ്ട്, പക്ഷേ ട്രിവാൻഡ്രം ഇത് ഓൺ ടൈമാണ്. കായംകുളം വിട്ടാൽ പിന്നെ വഞ്ചിനാടിന് അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളി സ്റ്റേഷനിലാണ്. കരുനാഗപ്പള്ളി കഴിഞ്ഞ പിന്നെ ശാസ്താംകോട്ട, അത് കഴിഞ്ഞ പിന്നെ കൊല്ലം.
വഞ്ചിനാട് അങ്ങനെ ശാസ്താംകോട്ടിൽ എത്തിയിരിക്കുകയാണ്. ശാസ്താംകോട്ട് എത്തുന്നത് നമ്മളൊരു അരമണിക്കൂർ ലേറ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ അഹല്യനഗരി സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിവിടെ എനിക്ക് തോന്നുന്നു നിർത്താൻ എന്തോ പോകാൻ തോന്നുന്നു കേട്ടോ. വളരെ പയ്യാണ് പോകുന്നത്. മിക്കവാറും സിഗ്നൽ റെഡ് ആയിരിക്കും. നിർത്താൻ പോകാൻ തോന്നുന്നു വണ്ടി. പതിനാറ് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇപ്പം 8:30 ആയപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ്. മുന്നിൽ കുറേ ഇതേപോലെ രാവിലത്തെ ഓഫീസ് ജോലിക്കാരുടെ വണ്ടികൾ പോയിട്ടുണ്ട്. പുനലൂർ കന്യാകുമാരി പാസഞ്ചർ, ജയന്തി, ഇൻട്രസിറ്റി, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ മുന്നിലുണ്ട്. കൊല്ലം വിട്ടാൽ പിന്നെ നമ്മുടെ വഞ്ചിനാടിൻ്റെ അടുത്ത സ്റ്റോപ്പ് പരവൂരാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ടൈം എടുക്കും, കാരണം മുന്നിൽ കുറേ വണ്ടികളുള്ളതുകൊണ്ട് ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. വഞ്ചിനാട് അങ്ങനെ കണ്ട് ഇവിടെ വർക്കല സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഒരു 18 മിനിറ്റ് ലേറ്റ് ആണ്. വർക്കല ആയപ്പോൾ വണ്ടിയിലെ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കൊല്ലമായപ്പോഴേ കുറച്ച് പേരൊക്കെ ഇറങ്ങി, വർക്കലായപ്പോൾ ഒന്നുകൂടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ രാവിലത്തെ ഈ ഓഫീസ് ജോലിക്കാരുടെ വണ്ടി ഉണ്ടല്ലോ, ഈ ഇൻട്രസിറ്റി, വഞ്ചിനാട് അങ്ങനത്തെ ആ ഒരു ഗ്യാങ് വണ്ടികളെ ഇവർ ലേറ്റ് ആക്കാതെ നല്ല പ്രയോറിറ്റി കൊടുത്ത് വിടും. അതിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഇതേപോലെ പ്രീമിയം വണ്ടി, ഹംസഫറോ അങ്ങനത്തേലൊക്കെ കയറിയാൽ അതിനെയൊക്കെ ഒതുക്കിയിട്ട് ഇതിനെയായിരിക്കും വിടുന്നത്. സ്ഥിരം പരിപാടിയാണ്. തൊട്ടുപുറയിൽ ഹംസഫറുണ്ട്. ഹംസഫറിനെ ഒന്നും കയറ്റി വിടത്ത് പോലില്ല. അതുപോലത്തെ ഓട്ടമാണ് ഈ രാവിലത്തെ ഈ കമ്മ്യൂട്ടർ ട്രെയിൻസ് ഓടുന്നത് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷന് ശരിക്കും പറഞ്ഞാൽ വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ കമ്മ്യൂട്ടർ ട്രെയിൻസിനാണെന്ന് തോന്നുന്നു. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇജാതി പ്രയോറിറ്റി അറിയോ. വഞ്ചിനാടിലെ ചിറയൻകീഴ് സ്റ്റോപ്പുണ്ട്. ചിറയൻകീഴ് ഇനിയിപ്പോൾ അടുത്ത് കഴക്കൂട്ടം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ട്രിവാൻഡ്രം സെൻട്രൽ. ഇതിന് പേട്ടയിലൊന്നും സ്റ്റോപ്പൊന്നുമില്ല.
വഞ്ചിനാടിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് കഴക്കൂട്ടം. അപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന അമൃത എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇപ്പോൾ ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ചെന്നൈയിലായതുകൊണ്ട് ഇത് ഈ സാധനം ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ടില്ലാണ് പണി, കഴക്കൂട്ടത്ത് അവിടെ ഇവിടെയൊക്കെ. വഞ്ചിനാട് സ്വല്പം ലേറ്റാണ് ഇന്ന് കേട്ടോ. 9:55 നമ്മൾ ഇവിടെ കൊച്ചുവേളി ആയതേ ഉള്ളൂ. ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 മണി കഴിയും, 10:05 ആവും. നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കയറാൻ പോവാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് 5:10 ഇപ്പോൾ 10 മണി 2 മിനിറ്റായി. എനിക്കത് പ്ലാറ്റ്ഫോം നമ്പർ 4 കയറുന്നത്. ഈ രാവിലത്തെ കമ്പ്യൂട്ടർ വണ്ടികളിൽ അവസാനം ട്രിവാൻഡ്രം എത്തുന്ന വണ്ടിയാണ് ഈ വഞ്ചിനാട് കേട്ടോ. അങ്ങനെ വഞ്ചിനാട് എക്സ്പ്രസ് അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വഞ്ചിനാടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ അടുത്ത യാത്ര നമ്മൾ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രം വെരാവൽ എക്സ്പ്രസ്സിനാണ്. നമ്മൾ വെരാവൽ വരെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ഗിർ ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന ഒരു അടിപൊളി ഒരു മീറ്റർ ഗേജ് റൂട്ടുണ്ട്, വെരാവൽ ജുനഗഡ് എന്ന് പറഞ്ഞ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. തിരിച്ചു വരുന്ന ജാംനഗർ തിരുനെൽവേലിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. വെരാവൽ യാത്രയുടെ അടുത്ത ദിവസം കാണാം. ബൈ.